പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ചാനലുകൾക്കും ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അതിഭയങ്കരമായ സംഭവമാണ് എന്ന് ധരിക്കുന്ന ഒരു സംഭവമാണ് KSRTC ഡ്രൈവറും മേയറും തമ്മിലുള്ള ഒരു പ്രശ്നം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പ്രശ്നം ആ ദിവസം തന്നെ സോൾവാക്കി മാറ്റാൻ പറ്റിയ ഒരു പ്രശ്നമായിരുന്നു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഡ്രൈവർ എന്ന വ്യക്തി ഭരിക്കുന്ന പാർട്ടിയുടെ എതിർ പാർട്ടി ആയതുകൊണ്ടാണ് എൻ്റെ ഒരു തോന്നൽ ഈ കേസ് ഇത്രയേറെ വഷളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഭരിക്കുന്ന പാർട്ടിയിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആ ഡ്രൈവറെങ്കിൽ ഒരു വ്യക്തികൾ പോലും അറിയാതെ ഈ സംഭവം അന്നേ ദിവസം തന്നെ ഈ പ്രശ്നം പരിഹരിച്ച് മാറ്റിയേനെയായിരുന്നു. ഇത് കുത്തി 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 വല്ലാതെ വ്രണമാക്കിയിരിക്കുന്നു. ഇന്ന് ഈ സംഭവം എല്ലാവർക്കും അറിയാനും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ഓരോ ദിവസവും എതുവന്ന വ്യക്തിയുടെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ മാന്തിയെടുക്കലാണ് ഇപ്പോൾ ഓരോ വ്യക്തികളുടെ രീതികൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ സംഭവം ഇപ്പോൾ കോടതിയിൽ ജാമ്യമില്ലാ വകുപ്പ് വരെ ആയി മാറിയിരിക്കുന്നു. മേയർക്കും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനുമെതിരെ. എന്തിനു വേണ്ടിയായിരുന്നു ഈ പ്രശ്നം ഇത്രയേറെ വഷളാക്കിയത്? സമൂഹത്തിലെ അറിയപ്പെടുന്ന വ്യക്തികൾ പേരെടുക്കാൻ വേണ്ടിയായിരുന്നോ? അവർക്ക് പേരുകൾ ഒരുപാടുണ്ട്. ഒരു നല്ലൊരു മേയർ എന്ന നിലയ്ക്ക്, ഒരു സംസ്ഥാനത്തെ അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാൻ കഴിയുന്നതായിരിക്കണം ആ വ്യക്തിയുടെ പ്രവൃത്തി. ഇത് നാലാം കിട സ്വഭാവമുള്ള ഒരു തരം താഴ്ന്ന രീതിയായി മാറിയിരിക്കുന്നു. ഇന്നലെ കണ്ട ഒരു ന്യൂസ്, ഈ ഭരിക്കുന്ന പാർട്ടിയിൽപ്പെട്ട ഒരാൾ യദുവിന് ഏതോ അവിഹിത ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് ഒരു കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നു. യദു അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി. ഇന്ന് 2-3 ദിവസത്തേക്ക് നീ ആ ചാനലുകൾക്ക് ആ ഒരു വിഷയം അത് നല്ല രീതിയിലും മോശമായ രീതിയിലും ചിത്രീകരിക്കത്തക്ക രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഒരു വ്യക്തിയെ ഇത്രമാത്രം തേജോവധം ചെയ്യുന്നത്? ഒന്നിയിൽ അദ്ദേഹത്തിനെ അങ്ങ് തൂക്കിക്കൊല്ലുക. അദ്ദേഹം ഏതോ കൊടും ക്രൂരത ചെയ്ത മാതിരിയാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്ന രീതികളൊക്കെ കാണുമ്പോൾ. അദ്ദേഹത്തിനെ അങ്ങ് തൂക്കിക്കൊന്നേ. രാജ്യദ്രോഹമാണ് അദ്ദേഹം ചെയ്തെങ്കിൽ അദ്ദേഹത്തിനെ അങ്ങ് തൂക്കിക്കൊല്ലേ. അതിനേക്കാളിലും വലിയ വലിയ തെറ്റുകൾ ചെയ്ത് സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ അതൊക്കെ ഇരുചെവി അറിയാതെ ഒതുക്കി തീർക്കുന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഒരു തെളിവുമില്ലാത്ത ഒരു കേസ് ഇത്രയേറെ വഷളാക്കി മാറ്റിയിരിക്കുന്നു. ലൈംഗിക ചൊവ്വയോടുകൂടി എന്തോ ആംഗ്യം കാണിച്ചെന്നു. ഞാനൊക്കെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞതിൽ പിന്നെ പിന്നിൽ വരുന്ന വണ്ടിയിലെ ഡ്രൈവർമാരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നല്ല പകൽ വെളിച്ചത്തിൽ പോലും ഡ്രൈവറെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ രാത്രിയിൽ അദ്ദേഹം കാണിച്ച ലൈംഗിക ചേഷ്ട എന്താണെന്ന് ഈ മേയർ സംഘവും എന്താണ് കണ്ടെന്ന് അത് തെളിയിക്കാൻ അവർക്ക് കഴിയാതെ പോയതാണ് അവരുടെ പരാജയം.
അങ്ങനൊരു സംഭവം ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അവർ ഇത്രയൊക്കെ മെനക്കെട്ട സ്ഥിതിക്ക് അത് തെളിയിച്ചേനെയായിരുന്നു. അങ്ങനൊരു സംഭവം ഇല്ലാത്ത സാഹചര്യത്തിൽ അതിന് ബദലായിട്ട് അദ്ദേഹത്തിൻ്റെ പൂർവിക കഥകൾ ചകഞ്ഞ് പിടിച്ച് ഈ കേസ് ഗതി മാറ്റി കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇത് ഒരു നല്ല പ്രവണതയല്ല. ഒന്നുകിൽ ഈ പ്രശ്നം പരിഹരിച്ച് ഈ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെയുള്ള രീതികൾ മാറ്റിയെടുക്കണം. ഇതേ അവരവസ്ഥ നേരെ മറിച്ച് ഒരു ലേഡി ഒരു ഡ്രൈവറോടോ ഒരു കണ്ടക്ടറോടോ ചെയ്തിരുന്നാൽ ആ ബസ്സിലിരിക്കുന്നവർ ഭൂരിഭാഗം ആൾക്കാരും അത് കേട്ട് ചിരിച്ചോട്ട് പോകും. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കണ്ടതാണ്. ഒരു ചെങ്ങന്നൂർ റൂട്ടിൽ ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെർളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ത്രീക്ക് ഇറങ്ങണമായിരുന്നു. അവർ ആളിറങ്ങണം എന്ന് പറഞ്ഞ് ശബ്ദിച്ചപ്പോൾ കണ്ടക്ടർ ബാക്കിൽ നിൽക്കുമായിരുന്നു. അദ്ദേഹം കേട്ടില്ല. പക്ഷേ ബെല്ലടിച്ചു. ഡ്രൈവർ കുറച്ച് ഒരു 1/2 കിലോമീറ്റർ അടുത്തോളം എത്തിക്കഴിഞ്ഞ് ചവിട്ടി നിർത്തിയത്. അവർ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കണ്ടക്ടറെയും ഡ്രൈവറെയും വിളിച്ച തെറി കേട്ടിട്ട് ആ വണ്ടിക്കകത്തിരുന്നവർ മൊത്തം അട്ടഹസിച്ച് പോയ ഒരു കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. അതേ ഒരു അവസ്ഥ നേരെ മറിച്ച് ആ കണ്ടക്ടറോ ആ ഡ്രൈവറോ തിരിച്ചവരെ വിളിച്ചിരുന്നെങ്കിൽ ഇന്ന് അവർ ഇതേ കേസും പറഞ്ഞ് അകത്ത് പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായത്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് എന്തുമാകാം, ആണുങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. എല്ലാ വ്യക്തികളും പുണ്യവാളന്മാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. തെറ്റുകൾ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ അത് നമ്മളുടെ കാഴ്ചപ്പാടിൽ നമുക്കത് കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും ഈ കേസിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ടെന്ന്. ഇനിയും ഇതുപോലുള്ള കേസുകൾ ഇത്തരം വലിച്ചു നീട്ടി കൊണ്ടുപോയി വഷളാക്കി മറ്റ് രീതിയിൽ ഈ കേസിനെ വളച്ചൊടിച്ച് കൊണ്ടുപോയി ഇരു കൂട്ടർക്കും നാറുന്ന രീതിയിൽ ആക്കി മാറ്റുകയാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിപ്പിച്ച് നല്ലൊരു തീരുമാനം കോംപ്രമൈസോടുകൂടി ഇരുവിഭാഗക്കാരെ പിന്മാറുന്നത് ഉചിതമായ തീരുമാനം ആണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഏത് പാർട്ടിയാണെങ്കിലും ഏത് വ്യക്തികളാണെങ്കിലും സ്വാധീനമുള്ളവരായാലും ഇല്ലാത്തവനാണെങ്കിലും ഈ നാട്ടിൽ ഇവിടെ ജീവിക്കണം. അതിനുള്ള സാഹചര്യം ഇന്ന് ഭരിക്കുന്ന സർക്കാർ ഈ ജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കണമെന്ന് എൻ്റെ എളിമയായ അഭ്യർത്ഥനയാണ്. നന്ദി, നമസ്കാരം.